BJP പ്രവേശന സാധ്യത തള്ളാതെ ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ ഇന്ന് നമ്മളുടെ റിപ്പോർട്ടറോട് പ്രതികരിച്ചു. സന്ദീപ് രാജാക്കാടിനോട് ഇന്നലെ വീട്ടിലെത്തിയ നേതാക്കൾ BJPയിലേക്ക് ക്ഷണിച്ചുവെന്നാണ് രാജേന്ദ്രൻ സന്ദീപിനോട് പറഞ്ഞത്. തനിക്കൊപ്പം നിൽക്കുന്നവരെ CPM കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് അടിച്ചൊതുക്കുകയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിയുടെ അറിവോടെയാണ് ആക്രമണങ്ങൾ. തമിഴ്നാട്ടുകാർ തമ്മിൽ അടിച്ചു തീർക്കട്ടെ എന്നാണ് പോലീസിന്റെ നിലപാടെന്നും S. രാജേന്ദ്രൻ പറയുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. S. രാജേന്ദ്രൻ BJPയിലേക്ക് എന്ന സൂചന സംസാരിച്ചു. ഇനിയും ഇതിപ്പോൾ താങ്കൾ ചോദിച്ച പോലെ ഇനിയും എങ്ങനെ പറഞ്ഞ് ഇനിയും നോക്കാം. നമ്മളിവിടെ തന്നെയല്ലേ ജനിച്ചും വളർന്നതും, ഈ ആളുകളുടെ ഇടയ്ക്ക് തന്നെയല്ലേ. തല്ലിയിട്ടാലും വന്ന് നോക്കും 4 പേർ, പരിചയമുള്ള മുഖമല്ലേ എന്ന്. അന്നേരം നോക്കാം. നമ്മളെ അനുകൂലിച്ച് നിൽക്കുന്ന ആളുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ അടിച്ചങ്ങ് ഒതുക്കി നിർത്തുക എന്നുള്ള ഉദ്ദേശമായിരിക്കും. എനിക്ക് പ്രത്യയശാസ്ത്രവും ശശിക്ക് പ്രത്യയശാസ്ത്രവും ഉണ്ടോ? അവരാണ് അത് കണക്കാക്കേണ്ടത്. ഇതിൽ ആരാണ് പ്രത്യയശാസ്ത്രം, എങ്ങനെയാണ് കാണുന്നത്, കാഴ്ചപ്പാട് എന്താണെന്ന് അവരാണ് കാണേണ്ടത്. തമിഴ്നാളുകളെ തമിഴ്നാട്ടിൽ നിന്ന് ആളെ കൊട്ടേഷൻ സംഘത്തിന് കൊണ്ടുവന്ന് അടിക്കുക. അപ്പോൾ DYSP പറഞ്ഞ വാക്ക് അതാണ്, തമിഴ്നാട്ടുകാരല്ലേ തമ്മിലടിച്ചത് തീർത്തോളൂന്ന്. സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ് രാജാക്കാട്, S. രാജേന്ദ്രൻ കലിപ്പിലാണ് അല്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കട്ടക്കലിപ്പിലേക്ക് രാജേന്ദ്രൻ എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം തന്നെ ഉപദ്രവിക്കരുത് എന്ന് നേരത്തെ തന്നെ നിരവധി തവണ പറഞ്ഞിരുന്നു. പക്ഷേ ഉപദ്രവം തുടരുന്നു എന്നാണ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. അതിൽ CPMന്റെ പ്രാദേശിക നേതൃത്വം, പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള KV ശശി ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊരണ്ടിക്കാട്ടിൽ ഒരു 17കാരിക്ക് മർദ്ദനമേറ്റിരുന്നു. വീട് കയറിയുള്ള ആക്രമണമായിരുന്നു. അതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ വീട്ടിൽ ആക്രമണം നടത്തിയ ആളുകളെ വിട്ടയക്കുകയും ഈ ആക്രമണത്തിനിരയായ ആളുകൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നായിരുന്നു ആരോപണമുണ്ടായിരുന്നത്. ആ വിഷയമാണ് BJP ഉന്നയിക്കുന്നത്. ആ കാര്യം ഇപ്പോൾ രാജേന്ദ്രൻ ആവർത്തിക്കുകയാണ്. തനിക്കൊപ്പം നിൽക്കുന്ന ആളുകളെ CPIM നേതൃത്വം ഇല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വം ഇടപെട്ട് അടിച്ചൊതുക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇങ്ങനെ നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുന്നു. ഇതുപോലെ 2-3 ഇടങ്ങളിൽ തന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെ വീട് കയറി ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്ന് രാജേന്ദ്രൻ പറയുന്നു. ഇന്നലെ CPIMന്റെ ജില്ലാ സെക്രട്ടറി ഇന്നിപ്പം നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്, ഈ ഒരു പ്രത്യയശാസ്ത്രത്തിൽ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന രാജേന്ദ്രൻ ഒരു കാരണവശാലും BJPയിലേക്ക് പോകാൻ കഴിയില്ല. മറുചോദ്യം രാജേന്ദ്രൻ ചോദിക്കുകയാണോ, ഇതാണോ പ്രത്യയശാസ്ത്രം, ഈ പാർട്ടിക്കകത്ത് വന്നു കഴിഞ്ഞാൽ തല്ലുകൊള്ളേണ്ടി വരും, അതാണ് ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്ന് മാറിയിരിക്കുന്നു. അതുകൊണ്ട് BJPയിലേക്ക് പോകണോ എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കും. പാർട്ടിയിൽ നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല, തല്ലുകൊണ്ട് നിൽക്കേണ്ടി വരും എന്ന സ്ഥിതിയാണ് CPIMനകത്തുള്ളത് എന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. ഒപ്പം തന്നെ BJP നേതൃത്വം എത്തിയത്, ഇന്നലെ BJP നേതൃത്വം പോലും പറഞ്ഞത് തങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല എന്നായിരുന്നുവെങ്കിൽ രാജേന്ദ്രൻ വളരെ ക്ലിയറായി പറയുന്നു, BJP നേതൃത്വം പാർട്ടിയിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് ആവശ്യപ്പെട്ടു, അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു. ആ കാര്യങ്ങൾ ചർച്ച ചെയ്തു വിശദമായി എന്നുള്ളതാണ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും CPIM പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോൾ താൻ ഒരു വ്യക്തിയോടാണ് വ്യക്തിപരമായി തന്നെ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 പേർ തമ്മിലുള്ള പോരാട്ടത്തിൽ തോറ്റുകൊടുക്കുവാൻ മനസ്സനുവദിക്കില്ല എന്ന് രാജേന്ദ്രൻ മുമ്പ് വ്യക്തമാക്കിയിരുന്നു. അതാരാണെന്ന് പാർട്ടിക്കറിയാമെന്നായിരുന്നു അന്ന് രാജേന്ദ്രൻ പറഞ്ഞിരുന്നത് എങ്കിൽ ആ വ്യക്തി ഇന്ന് CPIM ജില്ലാ സെക്രട്ടറി KV ശശിയാണ് എന്ന് വ്യക്തമായ സൂചനയും വ്യക്തമായ പേരും വെളിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ ചില കണക്കുകൂട്ടലുകൾ രാജേന്ദ്രൻ എടുത്തിരിക്കുന്നു, കണക്കുകൂട്ടലുകൾ ക്ലിയറായി എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായിരുന്നാലും BJP പ്രവേശനം കഴിഞ്ഞ കുറച്ച് നാളുകളായി രാജേന്ദ്രൻ തള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ CPIM വിട്ടേക്കുമെന്ന സൂചന സ്പഷ്ടമായി നൽകുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഗുരുതരമായ ആരോപണങ്ങളും CPM പ്രാദേശിക നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നു. പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ സ്വീകരിക്കണമെങ്കിൽ മുകളിൽ നിന്ന് MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ഈ പ്രാദേശിക നേതൃത്വത്തിന് തയ്യാറാകുന്നില്ല, ഇല്ലെങ്കിൽ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ള ആരോപണവും S. രാജേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു സന്ദീപ്. സന്ദീപാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. S. രാജേന്ദ്രൻ പോകുമാ ഇല്ല അത് നമുക്ക് താമസിയാതെ അറിയാം. എന്തായാലും നിൽക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് ഏറെക്കുറെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനിടയിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ യോഗത്തിനിടയിൽ S. രാജേന്ദ്രനെ കണ്ടതോടുകൂടിയാണ് ഉടനെ പോവില്ല എന്ന് നമ്മൾ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ നീക്കം വളരെ വേഗത്തിലാക്കിയിരിക്കുകയാണ്. ഇന്നലെ പ്രമീളാദേവിയും ഹരിയും അടക്കമുള്ള BJP നേതാക്കൾ S. രാജേന്ദ്രൻ്റെ വീട്ടിലെത്തി BJPയിലേക്ക് ക്ഷണിച്ചിരുന്നു. കയറി വാ മോനെ എന്നാണ് പറഞ്ഞത്. എന്താ മോനെ കയറി വാ എന്ന് പറഞ്ഞു. അപ്പോൾ S. രാജേന്ദ്രൻ പോവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും CPMൽ നിൽക്കാനുള്ള സാധ്യത കുറഞ്ഞു എന്നാണ് ഇന്നത്തെ ഈ സന്ദീപിനോടുള്ള പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.